വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇഞ്ചിപ്പുളിയാണ്. അതിന് ഇഞ്ചി, പിന്നെ പിഴുപുളിയുടെ വെള്ളം, പിന്നെ ശർക്കര ഉരുക്കിയത്, കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്ര ഐറ്റംസ് വേണം. ഒരു പാത്രം അടുപ്പിലോട്ട് വെക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് കരിയാനൊന്നും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലെടുക്കണം. വേണമെങ്കിൽ ഇച്ചിരി കൊച്ചുള്ളിയും കൂടെ ചേർക്കാം കേട്ടോ. അത് നന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രം വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കണം, ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്നതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് തിളയ്ക്കണം, നല്ലപോലെ വെട്ടിത്തിളയ്ക്കണം. ആ പുളിവെള്ളവും നമ്മളിട്ട മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരണം. അത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ശർക്കരപ്പാനി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശർക്കരപ്പാനി ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടത് തിളക്കട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് തിളച്ച് നല്ല കുറുകി വരണം. നല്ല നല്ലതുപോലെ അങ്ങ് പറ്റി നല്ല കുറുകലയാകണം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ആരും. എനിക്ക് കുറച്ച് ഇഞ്ചിയേ ഉള്ളായിരുന്നു. അത് കാരണം നമ്മൾ ഇച്ചിരി തോനെ ഇഞ്ചി ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരേക്കും ബൈ ബൈ.